അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് AI പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യാനാവുമോ ഇല്ല എന്നായിരിക്കും. ഇനി മുതൽ ജോബ്സിലേക്ക് നല്ല ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമോ, ഇനി മുതൽ പറയുകയാണെങ്കിൽ ജോബ്സും എല്ലാം തന്നെ മാറാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ഡ്രൈവർ പണി, ഇപ്പൊ ലോയേഴ്സിന്റെ കുറെയൊക്കെ ജോബ്സ് ഇതുപോലെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ പല പല കേസസ് ഒക്കെ ഉണ്ട്. അതും കൂടാതെ തന്നെ ഇനി AI ആയിരിക്കോ ഇനി ലോകത്ത് ഭരിക്കാൻ പോകുന്നത്, അതോ AI ആയിരിക്കോ ലോകത്തിന്റെ അവസാനത്തെ ഇൻവെൻഷൻ, ഇതുമല്ലായിരിക്കും നമ്മളെന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ഡിബേറ്റബിൾ ടോപ്പിക് ഒക്കെ തന്നെയാണ്. അപ്പൊ AI നിങ്ങളിപ്പോ നോക്കുകയാണ്, നിങ്ങളുടെയൊക്കെ അറിയായിരിക്കും, നിങ്ങളൊക്കെ ഇപ്പൊ യൂസ് ചെയ്ത് സിറി, ഇപ്പം ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ, ഇതൊക്കെ ഒരു ടൈപ്പ് AI ഒക്കെ തന്നെയാണ്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം സംസാരിക്കാൻ എല്ലാം പറ്റുന്നുണ്ട്. അതും കൂടാതെ നിങ്ങളിപ്പോ നോക്കുകയാണ് യൂട്യൂബ് വീഡിയോസ് തന്നെ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ടു എന്ന് വെച്ചോ, എൻ്റെ തന്നെ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റെക്കമെൻഡ് ആയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് പറഞ്ഞ അതേ ടോപ്പിക്കും എല്ലാം ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് റെക്കമെൻഡ് എല്ലാം ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതുമല്ല ഒരു ടൈപ്പ് AI ഒക്കെ തന്നെയാണ്. അപ്പൊ അവര് നിങ്ങളെ എല്ലാം പഠിക്കുകയാണ്, പിന്നെ അവസാനം നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായിട്ടുള്ള വീഡിയോസ് അവർ നിങ്ങളെ എല്ലാം കാണിക്കുകയാണ്. അത് തന്നെയല്ല, നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ആമസോണിൽ നിന്ന് നിങ്ങൾ ഒരു ഫോൺ മേടിച്ചെന്ന് വെച്ചോ, അപ്പൊ അവസാനം നിങ്ങൾക്ക് ആ ഫോൺ കിട്ടുകയും ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ആ ഫോൺസിന്റെ ഈ കവേഴ്സ് എല്ലാം തന്നെ റെക്കമെൻഡ് ആയിക്കൊണ്ടിരിക്കും ആമസോണിൽ. അപ്പൊ ഇതുപോലത്തെ എല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെ AI ഇപ്പൊ നിങ്ങൾ നോക്കുവാണ് 2021-22 ഇതുപോലെയൊക്കെയാണ് വർക്ക് ആവുന്നത്. പക്ഷെ ഭാവിയിൽ AI ഇതിന്റെയൊക്കെ ലിമിറ്റ് വിട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കേസാണ് ഉള്ളത് 2017. അപ്പൊ നിങ്ങൾക്കറിയാം ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കമ്പനി, അപ്പൊ നിങ്ങൾക്കറിയാം മാർക്ക് ബർഗറിന്റെ കമ്പനി. അപ്പോൾ ഇവിടുത്തെ എഞ്ചിനീയേഴ്സ് 2 ചാറ്റ് ബോട്ട്സ് തയ്യാറാക്കിയായിരുന്നു. അപ്പൊ ചാറ്റ് ബോട്ട്സ് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബോട്ടുമായിട്ട് വല്ലതൊക്കെ സംസാരിക്കാൻ പറ്റും, അവർ ഹായ് ഹലോ ഒക്കെ ചെയ്യും. പക്ഷെ ഇതിനകത്ത് അവർ നല്ലോണം അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബോട്ട്സിനകത്ത്. പിന്നെ ഇവർ 2 ബോട്ട്സ് തമ്മിൽ തന്നെ സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ബോട്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, അവര് അവസാനം വേറെ ഏതോ ഭാഷയിലൊക്കെയായിരുന്നു അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ എല്ലാം കേസസ് ഒക്കെ ഉണ്ടായിരുന്നു. അവര് വേറെ ഭാഷയിൽ എന്തോ സംസാരിക്കുമായിരുന്നു മനുഷ്യന്മാരുടെ എടുത്തു നിന്നൊക്കെ മാറിയിട്ട്. അപ്പൊ ഇത് ഇമ്പോസിബിൾ തന്നെയാണ് പ്രോഗ്രാമിങ്ങിന്റെ ഈ ലോകത്ത് നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ. അപ്പൊ പുതിയൊരു ഭാഷ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള കാര്യമൊന്നും തന്നെയല്ല. അപ്പൊ ഇവിടെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ചാറ്റ് ബോട്ട്സിന്റെ പേര് ബോബ് ആൻഡ് അലിസ് എന്നെങ്ങാണ്ടായിരുന്നു. പിന്നെ അവസാനം ഇവര് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവര് പരിധി കടക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവസാനം ഫേസ്ബുക്ക് ഈ 2 പ്രോഗ്രാംസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇതുപോലൊക്കെ കേസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതോടെ ഉള്ളത് ഭാവിയിൽ ഇതുപോലത്തെ എല്ലാം സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ എന്നാണ് ഇപ്പൊ പറയുന്നത്. ഈ മെറ്റാവേഴ്സും ഇതുമൊക്കെ വരാൻ പോവാണ് ഭാവിയിൽ. അപ്പൊ നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനകത്ത്, നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ബൗണ്ടറിയിലാണ് ഇപ്പോ ഉള്ള AI ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോ നിങ്ങളിപ്പോ പറയാണ് ഏതെങ്കിലും ഓർഡർ വല്ലതും ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് ഒന്നും അവർ ചോദിക്കത്തില്ല. പക്ഷെ ഭാവിയിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല AI എല്ലാം മാറുമോ ഇല്ലയോ എന്ന് തന്നെ. ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് പറഞ്ഞിട്ടുണ്ട് AI ആയിരിക്കാം ലോകത്തിലെ അവസാനത്തെ ഇൻവെൻഷൻ. അപ്പൊ ഇതുപോലത്തെ എല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതും കൂടാതെ നിങ്ങളിപ്പോ ജോബ്സിൽ നോക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ നല്ലോണം ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ ലോയേഴ്സിന്റെ ജോബ്, ഡ്രൈവർ ജോബ്, ഇതുപോലൊക്കെ ഇതൊക്കെ ചേഞ്ചസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഡ്രൈവർ നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പോ സെൽഫ് ഡ്രൈവിംഗ് കാർസും ഇതൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ചാൻസസ് ഒന്നും തന്നെ ഇല്ല ഡ്രൈവേഴ്സിന്റെ ജോബ്സ് അത്. പിന്നെ ഇപ്പൊ നിങ്ങൾ കടകളിലത് നോക്കുവാണെങ്കിൽ അവിടെ ഇനിപോലെ റോബോട്ട്സ് ഒക്കെ തന്നെ ആയിരിക്കും. ഞാൻ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ട് ഫാർമസിയിലൊക്കെ തന്നെ റോബോട്ട്സ് ഉണ്ടെന്ന്. അപ്പൊ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു സാധനം എടുക്കാൻ പറഞ്ഞതിന് അതെല്ലാം അനുസരിച്ചോളും. അപ്പൊ റോബോട്ട്സും എല്ലാം തന്നെ റീപ്ലേസ് ആവുകയാണ് മനുഷ്യന്മാരുടെ എല്ലാം പകരം. അപ്പൊ എല്ലാം കേസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ റോബോട്ട്സ് ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ലോകത്തിൽ. അപ്പൊ അതുകൊണ്ട് ജോബ്സിൽ നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ലോയേഴ്സ് നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻ ആക്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് എല്ലാം പറയാൻ പറ്റും ഒരു റോബോട്ടിന്. ഇപ്പൊ ഒരു ലോയർ നോക്കുവാണെങ്കിൽ അവർക്ക് വീണ്ടും തന്നെ പേജും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കണം, അത് ശരിയാണോ അല്ലത്. പക്ഷെ റോബോട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേഗം തന്നെ അവർ പറഞ്ഞോളും ഇതാണ് ആക്ട്, ഇതുപോലെയാണ് റൂൾസ്. അപ്പൊ ഇതുപോലെയൊക്കെ അവർക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതുകൊണ്ട് റോബോട്ട്സും ഈ AI എല്ലാം വരുന്നുണ്ട്, ജോബ്സിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസസ് ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പൊ പണക്കാരൻ ഉള്ളവൻ വീണ്ടും പണക്കാരനാവുന്നു, പിന്നെ പാവപ്പെട്ടൻ വീണ്ടും പാവപ്പെട്ടനാണെന്ന്. അപ്പൊ ഇതേ ലൈനാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ നിങ്ങളിപ്പോ ബർഗർ നോക്കുകയാണെങ്കിൽ ഡേറ്റ കൊണ്ട് വീണ്ടും വീണ്ടും മുകളിലോട്ട് പോവുകയാണ്, മറ്റുള്ള ആൾക്കാരൊക്കെ താഴ്ന്നു പോവുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ജോബ്സിൽ നല്ല നല്ല ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതും കൂടാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ AI ചിലപ്പോൾ റീപ്ലേസ് ആവാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബൗണ്ടറിയിലാണ്. അപ്പോൾ ചിലപ്പോൾ 2030 2040 ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല AI ഒക്കെ ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കാനൊക്കെ തന്നെ പോകുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഡിസ്കഷൻ ടൈപ്പ് ടോപ്പിക് ഒക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? AI ഈ ലോകത്ത് ഭരിക്കാൻ കഴിയോ ഇല്ലയോ എന്നാണ്. അപ്പൊ മനുഷ്യന്മാരും AI നിങ്ങൾ നോക്കണം, മനുഷ്യന്മാർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ ആവത്തില്ല. പക്ഷെ നിങ്ങളിപ്പോ AI ഇപ്പൊ ഏതെങ്കിലും റോബോട്ട് നോക്കുവാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അതൊക്കെ എക്സ്പാൻഡ് ഒക്കെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതും കൂടാതെ ഫാക്ടറികളിൽ ഈ റോബോട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് 8, 9, 10 മണിക്കൂറൊക്കെ അവർക്ക് ജോലി ചെയ്യാനൊക്കെ തന്നെ പറ്റും. പക്ഷെ മനുഷ്യന്മാർക്ക് അതൊന്നും ചെയ്യാനാവത്തില്ല. അപ്പൊ അതുകൊണ്ട് ഭാവിയിലൊക്കെ നല്ല രീതിയിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതും കൂടാതെ ഈ മാർക്ക് ബർഗറിന്റെ മെറ്റാവേഴ്സും ഇതുമെല്ലാം കൂടെ കയറി വന്നതിനെ കഴിഞ്ഞൊന്നും നമുക്ക് പറയാൻ പറ്റും ലോകമൊക്കെ. എനിക്ക് ഇത് തന്നെയുള്ളൂ പറയാൻ. AI കൊണ്ട് നമുക്ക് നല്ല നല്ല യൂസസ് എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതും കൂടെ തന്നെ കൂടുതൽ ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് AI ഒക്കെ കാരണം തന്നെ. അപ്പൊ ഇതും നിങ്ങളൊന്ന് ഓർത്തോണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനകത്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ വീഡിയോ ഒക്കെ. ഇപ്പൊ ഇതൊരു ഡിസ്കഷൻ ടൈപ്പ് ടോപ്പിക് ഒക്കെ തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.